Hello dear students, welcome to another online class. We are discussing the 7th chapter of plus 2 business studies and you are in the second session of the plus 2 business studies 7th chapter directing and we are discussing only the focus area. നമ്മൾ 2020-21 വർഷത്തേക്കുള്ള ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് ഏഴാമത്തെ പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റർ ഡയറക്റ്റിംഗ് എന്ന പാഠത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് ഇപ്പോഴുള്ളത്. ആൻഡ് ഇൻ ദിസ് സെഷൻ our topics are motivation, the second element of directing, motivation, its features, importance and elements. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡയറക്റ്റിങ്ങിൻ്റെ രണ്ടാമത്തെ എലമെൻ്റ് ആയിട്ടുള്ള മോട്ടിവേഷൻ ആണ്. അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ എലമെൻറ്റുകൾ. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതുവരെയായിട്ട് HSS ടൈംസ് എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? ഇൻ അവർ പ്രീവിയസ് ക്ലാസ് വി ഡിസ്കസ്ഡ് മീനിങ് ഓഫ് ഡയറക്റ്റിംഗ് ആൻഡ് ഓൾസോ ദ ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ഡയറക്റ്റിംഗ്, സൂപ്പർവിഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഡയറക്റ്റിങ്ങിൻ്റെ ഒന്നാമത്തെ എലമെൻ്റ് ആയിട്ടുള്ള സൂപ്പർവിഷൻ എന്ന് പറയുന്ന ഒരു ടേമിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ആൻഡ് ടുഡേയ്സ് ടോപ്പിക് ഈസ് ദ സെക്കൻഡ് എലമെൻറ്റ് ഓഫ് ഡയറക്റ്റിംഗ്. ഇറ്റ്സ് നെയിം ഈസ് മോട്ടിവേഷൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഡയറക്റ്റിങ്ങിൻ്റെ രണ്ടാമത്തെ എലമെൻ്റ് ആയിട്ടുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്ന ടേമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മോട്ടിവേഷൻ എന്ന് പറയുന്ന ടേം നിങ്ങൾക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള ടേമാണ്. നിങ്ങൾ NSS ക്യാമ്പിലൊക്കെ ആണെങ്കിൽ അവിടെ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കണ്ട കുട്ടികളുണ്ടായിരിക്കും. അല്ലെങ്കിൽ സ്കൂളുകളിൽ തന്നെ സൗഹൃദ ക്ലബിൻ്റെയൊക്കെ നേതൃത്വത്തിലൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. എന്താണ് ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്ന് ആലോചിച്ച് നോക്കി. NSSൽ പങ്കെടുത്ത ക്യാമ്പിലുണ്ടായ കുട്ടികൾ കഴിഞ്ഞ വർഷം ഡിസംബറിൽ നിങ്ങൾ മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തില്ലേ? എന്തായിരുന്നു അവിടെ ചെയ്തേ? ഒരു എക്സ്പേർട്ട് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ കുറേ ഇൻറ്റേർണൽ ആയിട്ടുള്ള നിങ്ങളുടെ ഇന്നർ ആയിട്ടുള്ള ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കുന്നു. നല്ലോണം വർക്ക് ചെയ്യണം, സക്സസ്സിന് വേണ്ടിയിട്ട് അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചു തരുന്നു. ഇങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ആ ക്ലാസ് കഴിഞ്ഞ സമയത്ത് നിങ്ങളെ മനസ്സിലേക്കൊരു പോസിറ്റീവ് എനർജി വരാനുണ്ട്. അത് എത്ര കാലം നിലനിൽക്കുന്നുള്ള കാര്യം സെക്കൻഡറി ആണ്, അവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്താണ്, ആ ക്ലാസ് കഴിഞ്ഞ സമയത്ത് നിങ്ങളിൽ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ലാസ് കണ്ടതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ബിഹേവിയറൊക്കെ മാറി നിങ്ങൾ ചില സമയത്ത് ഒരു പെർഫെക്റ്റ് ഇൻഡിവിജ്വലൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവും ചില ആൾക്കാരെങ്കിലും. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ഫിനോമിനൻ. മോട്ടിവേഷൻ ഈസ് എ സൈക്കോളജിക്കൽ ഫിനോമിനൻ. ആ ചിത്രത്തിലേക്ക് നോക്കിയേ. ഐ കാൺട്ട് എന്നുള്ളത് മാറ്റിയിട്ട് ഐ ക്യാൻ എന്ന് ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുക. എനിക്ക് ചെയ്യാൻ പറ്റും എന്ന ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ശരിക്കും മോട്ടിവേഷൻ എന്ന് അറിയപ്പെടുന്നത്. The word motivation is derived from the word motive. The word motivation is derived from the word motive. Motive എന്ന് പറയുന്ന വേർഡിൽ നിന്നുമാണ് മോട്ടിവേഷൻ എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത്. Motive means needs, wants, drives or impulses within an individual. മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നീഡ്സ്, ആവശ്യങ്ങൾ. വാണ്ട്സ്, അതും ആവശ്യങ്ങൾ തന്നെയാണ്. രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്, നീഡ്സും വാണ്ട്സും തമ്മിൽ. നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് നീഡ്സ് ആണ്. ദ തിങ്സ് വിത്തൗട്ട് വിച്ച് ആൻ ഇൻഡിവിജ്വൽ കനോട്ട് സർവൈവ് ഇൻ ദിസ് വേൾഡ്, കനോട്ട് ലിവ് ഇൻ ദിസ് വേൾഡ് ഈസ് നോൺ ആസ് നീഡ്സ്. നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. ഇപ്പം ഫുഡ്, ഡ്രസ്സ്, ഹൗസ്, ഇതൊക്കെ നീഡ്സാണ്. അതില്ലായെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എയർ, വാട്ടർ, ഇതൊക്കെ നമ്മുടെ നീഡ്സാണ്. ഇനി വാണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിസയർ ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു ബൈ എ പ്രോഡക്റ്റ്. നമ്മൾക്ക് ഒരു ടൂത്ത് ബ്രഷ് വാങ്ങാനുള്ള ഒരാവശ്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹം, അത് നമ്മുടെ വാണ്ടാണ്. ടൂത്ത് ബ്രഷ് ഇല്ല എങ്കിലും നമുക്ക് ജീവിക്കാം. നമുക്കൊരു മാവിൻ്റെ ഇല ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പല്ല് ക്ലീൻ ചെയ്യാം. അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് വാങ്ങാനുള്ളത്, അല്ലെങ്കിൽ ഒരു സോപ്പ് വാങ്ങാനുള്ളത്, ഇതൊക്കെ നമ്മുടെ വാണ്ട്സ് ആണ്. ഒരു TV വാങ്ങാനുള്ളത് നമ്മുടെ മനസ്സിനകത്തൊരു ആവശ്യമുണ്ട്. ഒരു ടെലിവിഷൻ വാങ്ങുക, അത് നീഡല്ല, അത് വാണ്ടാണ്. കാരണം TV ഇല്ല എങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ നെസസറി, ബേസിക് ആയിട്ടുള്ള, നിർബന്ധമായിട്ടും വേണ്ടുന്ന കാര്യങ്ങളാണ് നീഡ്സ് എന്ന് പറയുന്നത്. വാണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡിസയർ ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു ബൈ എനി അതർ പ്രോഡക്റ്റ് അതർ ദാൻ ദ ബേസിക് തിങ്സ് ഈസ് നോൺ ആസ് വാണ്ട്സ്. ഡ്രൈവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ എന്നുള്ളൊരു മീനിങ് തന്നെയാണ്. ഓർ ഇമ്പൾസസ്,
ഇമ്പൾസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ തുടിപ്പുകൾ എന്നൊക്കെ പറയും. നമുക്ക് മനസ്സിനകത്ത് വളരെ ആഗ്രഹമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇമ്പൾസുകൾ എന്നറിയപ്പെടും. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ദ വേർഡ് മോട്ടിവേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം എ വേർഡ് മോട്ടീവ് ആൻഡ് മോട്ടീവ് മീൻസ് നീഡ്സ്, വാണ്ട്സ്, ഡ്രൈവ്സ് ഓർ ഇമ്പൾസസ് വിത്തിൻ ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുള്ള ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ ആവശ്യങ്ങളെ അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൻ്റെ തുടിപ്പുകളെ വിളിക്കുന്ന പേരാണ് മോട്ടീവ് എന്നുണ്ട്. Motivation means inducing or stimulating people for better performance by satisfying their needs or wants. Motivation means inducing or stimulating people for better performance by satisfying their needs or wants. ഒരു കാര്യം മനസ്സിലാക്കുക, നീഡ്സ് ഓർ വാണ്ട്സ് ആർ ബിഹൈൻഡ് ദ ആക്ഷൻസ് ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ്. നമ്മളെ എല്ലാ മനുഷ്യന്മാരുടെയും പ്രവർത്തനത്തിൻ്റെ പിറകിലുള്ളത് നമ്മുടെ ആവശ്യങ്ങളാണ്. നമ്മുടെ ആവശ്യങ്ങളാണ് നമ്മളെങ്ങനെ ജീവിക്കാനും നമ്മളിങ്ങനെ ചെയ്യാനൊക്കെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? മോട്ടിവേഷൻ റെഫേഴ്സ് ടു ഇൻഡ്യൂസിങ് ഓർ സ്റ്റിമുലേറ്റിംഗ്, പ്രേരിപ്പിക്കുക. പീപ്പിൾ മീൻസ് ഹ്യൂമൻ റിസോഴ്സസ്, മനുഷ്യന്മാരെ, ഫോർ ബെറ്റർ പെർഫോമൻസ്, വളരെ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ, ബൈ സാറ്റിസ്ഫൈയിങ് ദർ നീഡ്സ് ഓർ വാണ്ട്സ്. എങ്ങനെ? തൊഴിലാളികളുടെ അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തുകൊണ്ട് തൊഴിലാളികളെ കൊണ്ട് നല്ല രീതിയിൽ കമ്പനിക്ക് വേണ്ടുന്ന രീതിയിൽ ജോലി ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മോട്ടിവേഷൻ എന്ന്. മോട്ടിവേഷൻ മീൻസ് inducing or stimulating people for better performance by satisfying their needs or wants. വ്യക്തികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് നിറവേറ്റി കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് നല്ല രീതിയിൽ ജോലി ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മോട്ടിവേഷൻ എന്ന്. ഇനി ഇതിലേക്കൊന്ന് വളരെ ഒറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു എക്സാം വെച്ചു, ഫുൾ സ്കോർ കിട്ടിയ അല്ലെങ്കിൽ ഏറ്റവും നല്ലവണ്ണം മാർക്ക് കിട്ടിയ കുട്ടിയെ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ പരീക്ഷാ പേപ്പർ തന്നതിന് ശേഷം ഫ്രണ്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളോട് ബാക്കിയുള്ള 59 കുട്ടികളോടും പറയുന്നു, ഇതാ ഇവനാണ് ആരാ വാങ്ങിച്ചത്, നമ്മുടെ പ്രഭേഷാണ് ഫുൾ സ്കോർ കിട്ടിയതെന്ന് വിചാരിക്കുക. പ്രഭേഷിനെ കണ്ടു പഠിക്കുക. പ്രഭേഷ് വളരെ നല്ല കുട്ടിയാണ്, വെരി ഗുഡ് പ്രഭേഷ്, നിങ്ങളെല്ലാവരും ഇവനെ അനുകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ക്ലാസ്സിനും അതേപോലെ ആ പ്രഭേഷിനുള്ള ഒരു മോട്ടിവേഷനാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളും നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ട് ടീച്ചറുടെ റെക്കഗ്നീഷൻ കിട്ടാൻ വേണ്ടി ശ്രമിക്കും. വളരെ സിമ്പിളായിട്ടുണ്ട് എക്സാമ്പിൾ. ക്ലിയർ? മോട്ടിവേഷൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കുക. അക്കോർഡിംഗ് ടു വില്യം ജി സ്കൗട്ട്, motivation means a process of stimulating people to action to accomplish desired goals. A process of stimulating people to action to accomplish desired goals. Motivation എന്ന് പറയുന്നത് ഒരു പ്രക്രിയയാണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു ആക്ഷൻ. ആൾക്കാരെ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. സ്റ്റിമുലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേറ്റിംഗ്, പ്രേരിപ്പിക്കുക. ഇൻഡ്യൂസിങ് എന്നുള്ള വേർഡ് തന്നെയാണ് സ്റ്റിമുലേറ്റിംഗ്. പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ. ടു ആക്ഷൻ മീൻസ് ടു വർക്ക്, ജോലി ചെയ്യാൻ വേണ്ടി ആൾക്കാരെ പ്രേരിപ്പിക്കുക. ടു അക്കംപ്ലിഷ് ഡിസൈർഡ് ഗോൾസ്. എന്തിനു വേണ്ടിയിട്ട്? കമ്പനിയുടെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനൊരു കമ്പനിയുടെ ഓണറാണ്, ABC കമ്പനി. എൻ്റെ ലക്ഷ്യം 25 ലക്ഷം പ്രോഫിറ്റാണ്. ആ 25 ലക്ഷം 25 lakh, in order to earn the 25 lakh profit target, I need the support from my employees. And all the efforts of the employees must be aimed at achieving my target. ഈ കമ്പനിയിലെ ജോലിക്കാരുടെ പ്രവർത്തനങ്ങളൊക്കെ 25 ലക്ഷം എന്ന എൻ്റെ ടാർഗറ്റ് നേടാൻ വേണ്ടിയിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അങ്ങനെ എൻ്റെ കമ്പനിയിലെ ജോലിക്കാരെ കൊണ്ട് എനിക്ക് ആവശ്യമുള്ള ടാർഗറ്റ് 25 ലക്ഷം എന്ന ടാർഗറ്റ് നേടാൻ വേണ്ടിയിട്ട് അവർ പ്രേരിപ്പിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മോട്ടിവേഷൻ. ഇറ്റ് മീൻസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് സബോർഡിനേറ്റ്സ് ടു ആക്ട് ഇൻ എ ഡിസൈർഡ് മാനർ ടു അച്ചീവ് സെർട്ടൻ ഓർഗനൈസേഷണൽ ഗോൾസ്. It means the process of making subordinates to act in a desired manner. ഇതെന്താണ്? ഒരു പ്രോസസ്സാണ്. എന്ത് പ്രോസസ്സാണ്? മേക്കിംഗ് ദ സബോർഡിനേറ്റ്സ്, കീഴ് ജീവനക്കാരെ മാറ്റിയെടുക്കുക.
ടു ആക്ട് ഇൻ എ ഡിസൈർഡ് മാനർ. എന്താണോ, ഏത് രീതിയിലാണോ കമ്പനിക്ക് അവരെ ആവശ്യമുള്ളത്, ഏത് രീതിയിലുള്ള പ്രവർത്തനമാണോ കമ്പനി ജോലിക്കാരുടെ ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കുന്നത്, ആ രീതിയിലേക്ക് ജോലിക്കാരെ മാറ്റിയെടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മോട്ടിവേഷൻ. ആ ചിത്രത്തിലേക്ക് നോക്കിയേ, അതൊരു മോട്ടിവേഷൻ ഒരു എക്സാമ്പിളാണ്. എന്താണ്, നിങ്ങളെ എംപ്ലോയീസിനൊക്കെ എന്ത് ചെയ്യുക, ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ട് നിങ്ങൾ നല്ല സംഭവമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുക, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുക, കമ്പനിയുടെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് അവരും പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് അവരെ മാറ്റുന്ന പ്രോസസ്സാണ് എന്ത്, മോട്ടിവേഷൻ എന്നുള്ള മീനിങ്. 2 മീനിങ് വളരെ കൃത്യമായിട്ട് പഠിക്കും. നെക്സ്റ്റ്, 3 ഇന്റർറിലേറ്റഡ് ടേംസ് റിലേറ്റഡ് വിത്ത് മോട്ടിവേഷൻ. മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3 ഇന്റർ റിലേറ്റഡ് ടേമുകളാണ്. ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്ന സമയത്ത് അതിനകത്ത് അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട 3 ടേംസ്. ദ ഫസ്റ്റ് വൺ ഈസ് മോട്ടീവ്, ദ സെക്കൻഡ് വൺ ഈസ് മോട്ടിവേഷൻ, ദ തേർഡ് വൺ ഈസ് മോട്ടിവേറ്റർ. ഒന്നാമത്തത് മോട്ടീവാണ്, രണ്ടാമത്തത് മോട്ടിവേഷനാണ്, മൂന്നാമത്തത് മോട്ടിവേറ്റർ എന്നുള്ള ടേമാണ്. നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് മോട്ടീവ്. എ മോട്ടീവ് ഈസ് ആൻ ഇന്നർ സ്റ്റേറ്റ് ഓർ ഡ്രൈവ് ഓർ ഇമ്പൾസ് ദാറ്റ് energizes, activates and direct individuals to achieve certain goals. മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ ഇത്രയേ ഉള്ളൂ, നീഡ്സ് ഓർ വാണ്ട്സ്. നീഡ്സ് ഓർ വാണ്ട്സ്, മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾ, അതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടീവ്. എ മോട്ടീവ് ഈസ് എൻ ഇന്നർ സ്റ്റേറ്റ്. നമ്മുടെ മനസ്സിൻ്റെ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവസ്ഥ, നമ്മുടെ മൈൻഡിൻ്റെ അവസ്ഥ, ഇന്നർ സ്റ്റേറ്റ്. ഡ്രൈവ്, ദാറ്റ് ഈസ് നീഡ്സ് ഓർ വാണ്ട്സ്. ഓർ ഇമ്പൾസസ്, നമ്മുടെ തുടിപ്പുകൾ, മനസ്സിൻ്റെ തുടിപ്പുകൾ. ദാറ്റ് എനർജൈസസ്, ആക്ടിവേറ്റ്സ് ആൻഡ് ഡയറക്ട്സ് ഇൻഡിവിജ്വൽസ് ടു അച്ചീവ് സെർട്ടൻ ഗോൾസ്. അതായത് ഒരു പ്രത്യേക ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് വ്യക്തികളെ അല്ലെങ്കിൽ വ്യക്തികളുടെ പ്രവർത്തനത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന, ഞാൻ ജോലി ചെയ്യണം, എനിക്ക് ജോലിക്ക് പോകണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എൻ്റെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എൻ്റെ വിശപ്പാവാം അല്ലെങ്കിൽ എൻ്റെ മറ്റ് ജീവിത സാഹചര്യങ്ങളാവാം. അപ്പോൾ ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഓരോ വ്യക്തിയും ചെയ്യേണ്ടത് എന്ന്, അല്ലെങ്കിൽ വ്യക്തികൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഒരു ഫാക്ടർ അവിടെയുണ്ട്. ചുരുക്കി ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കുക, ജസ്റ്റ് സിമ്പിളായിട്ട് മനസ്സിലാക്കുക. മോട്ടീവ് മീൻസ് നീഡ്സ് ഓർ വാണ്ട്സ് ഓഫ് എ പേഴ്സൺ. നീഡ്സ് ഓർ വാണ്ട്സ് ഓഫ് എ പേഴ്സൺ. എക്സാമ്പിൾ നോക്കുക. ദ നീഡ് ഫോർ ഫുഡ് അറൈസസ് ബിക്കോസ് ഓഫ് ഹങ്കർ. ഫുഡ് എന്ന് പറയുന്ന ഒരു നീഡ് നമുക്ക് വരുന്നത് വിശപ്പ് എന്ന് പറയുന്ന ഒരു മോട്ടീവ് ഉള്ളത് കൊണ്ടാണ്. നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനത്തിൻ്റെ പിറകിലും മോട്ടീവ് ഉണ്ട്. നിങ്ങളിപ്പോൾ സ്കൂളിൽ പോകുന്ന എന്തിനാ? ഈ കോവിഡ് കാലത്ത് പോലും മാസ്ക് ഒക്കെ കെട്ടിയിട്ട് സാനിറ്റൈസറൊക്കെ എടുത്തിട്ട് എന്തിനാ പോകുന്നത്? നിങ്ങൾക്ക് +2 പാസ്സാവണം. ഇപ്പം നിങ്ങൾ സ്കൂളിൽ പോകാനുള്ള കാരണം എന്താ? +2 പാസ്സാവുക എന്നുള്ളൊരു നീഡാണ്. അപ്പോൾ ഇപ്പം നിങ്ങളുടെ ആക്ടിവിറ്റിയുടെ പിറകിലുള്ള മോട്ടീവ് ഹയർ സെക്കൻഡറി പാസ്സാവുക എന്നതാണ്. ക്ലിയർ? ദ സെക്കൻഡ് വൺ ഈസ് മോട്ടിവേഷൻ. ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റിംഗ് പീപ്പിൾ ടു അക്കംപ്ലിഷ് സെർട്ടൻ ഗോൾസ്. കമ്പനിയുടെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ജോലിക്കാരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മോട്ടിവേഷൻ എന്ന്. ആൻഡ് തേർഡ് വൺ ഈസ് മോട്ടിവേറ്റർ. ദ തേർഡ് വൺ ഈസ് മോട്ടിവേറ്റർ. മോട്ടിവേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് ഭയങ്കര വിശപ്പുണ്ട്. ഇപ്പം എനിക്ക് ഭയങ്കര വിശപ്പുണ്ട്. ആ വിശപ്പുള്ള എൻ്റെ മുമ്പിൽ ഒരു ബിരിയാണി കൊണ്ടുവച്ചാൽ ഞാൻ എന്തായിട്ട് തീരും? മോട്ടിവേറ്റഡ് ആയിട്ട് മാറും. ഭയങ്കര വിശപ്പുള്ള ഏതോ ഒരു സ്ഥലത്തെത്തി. അവിടെ എത്തുന്ന സമയത്ത് ഭയങ്കരമായ വിശപ്പാണ്. അപ്പോൾ എനിക്ക് നല്ലൊരു ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ, നല്ലൊരു ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ മോട്ടിവേറ്റഡായി. ഇനി ഫുള്ള് വയറ് കംപ്ലീറ്റ് 2-3 ബിരിയാണിയും കഴിച്ചിട്ടിരിക്കുന്ന ഒരാളുടെ മുമ്പിൽ എഗെയിൻ ഒരു ബിരിയാണി കൊടുത്തു കഴിഞ്ഞാൽ അയാൾ മോട്ടിവേറ്റഡ് ആവുമോ? ഇല്ല, അയാൾക്കത് വേണ്ട. ആ സമയത്ത് അയാൾക്ക് വിശപ്പ് എന്ന് പറയുന്ന ഒരു നീഡ് അവിടെ ഇല്ല. ക്ലിയർ? അപ്പോൾ മോട്ടിവേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടെക്നിക് യൂസ്ഡ് ടു മോട്ടിവേറ്റ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ. ദ ടെക്നിക് യൂസ്ഡ് ടു മോട്ടിവേറ്റ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു കമ്പനിയിലെ ജോലിക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കമ്പനി ഉപയോഗിക്കുന്ന ടെക്നിക്കുകളെ വിളിക്കുന്ന പേരാണ് മോട്ടിവേറ്റർ എന്ന്. ഇപ്പം ഒരാൾക്ക്, കമ്പനിയിലെ ഒരു സൂപ്പർവൈസർക്ക് ഒരു വീട് കെട്ടണം. കമ്പനിയിലെ ഒരു സൂപ്പർവൈസറുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ആവശ്യം
ഹി ഈസ് പ്ലാനിങ് ടു കൺസ്ട്രക്ട് എ ഹൗസ്, ഹിസ് ഓൺ ഹൗസ്, സ്വന്തമായിട്ടൊരു വീട് കെട്ടണം തീരുമാനിച്ചിരിക്കുന്ന ഒരാൾ. അപ്പോൾ അയാൾക്ക് കമ്പനിക്ക് എന്ത് കൊടുക്കാം? ഒരു ഹൗസിംഗ് ലോൺ ഓഫർ ചെയ്യാം. കമ്പനിയുടെ ജാമ്യത്തിൽ ഒരു ഹൗസിംഗ് ലോൺ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ സൂപ്പർവൈസർ ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ട് തീർന്നു ഇല്ലേ? ഇനി ഓൾറെഡി വീട് കെട്ടിയ 2 നില വീട് കെട്ടിയ ഒരാൾക്ക് ഹൗസിംഗ് ലോൺ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല, അയാൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്താണോ ആവശ്യങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് അത് നിറവേറ്റാൻ വേണ്ടി കമ്പനി എന്തെങ്കിലും ടൂൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് മോട്ടിവേറ്റർ എന്ന്. എക്സാമ്പിൾസ് പേ, അതായത് സാലറി, ബോണസ്, പ്രൊമോഷൻ കൊടുക്കുക, സ്ഥാനക്കയറ്റം കൊടുക്കുക, റെക്കഗ്നീഷൻ, അതായത് അംഗീകരിക്കുക, ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക, ഒരു മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക, വെരി ഗുഡ് പെർഫോമൻസ് എന്നൊക്കെ പറയുക, അത്രേ വേണ്ടു. ദ ടെക്നിക് യൂസ്ഡ് ടു മോട്ടിവേറ്റ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ ഈസ് കോൾഡ് മോട്ടിവേറ്റർ. ക്ലിയർ? നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് മോട്ടിവേഷൻ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മോട്ടിവേഷൻ്റെ പ്രത്യേകതകളാണ്. ഫീച്ചേഴ്സ് ഓഫ് മോട്ടിവേഷൻ. The first one is it is an internal feeling. The first one is motivation is an internal feeling. Motivation is an internal feeling which energizes person to work. ഇത് ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുള്ള ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ഫിനോമിനൻ. Internal feeling means psychological phenomenon. It is an internal feeling. ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുള്ള ഒരു ഫീലിംഗ് ആണ് മോട്ടിവേഷൻ. That feeling energizes people to work. ആ ഫീലിംഗ് എന്താണ്? ആൾക്കാരെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നു. ക്ലിയർ? സെക്കൻഡ് വൺ, മോട്ടിവേഷൻ പ്രൊഡ്യൂസസ് ഗോൾ ഓറിയൻറ്റഡ് ബിഹേവിയർ. മോട്ടിവേഷൻ പ്രൊഡ്യൂസസ് goal oriented behavior. Motivation induces people to behave in such a manner so that they can achieve their goals. Motivation produces goal oriented behavior എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻ ഇൻഡ്യൂസസ്, മോട്ടിവേഷൻ പ്രേരിപ്പിക്കുന്നു പീപ്പിൾ, ജനങ്ങളെ, ടു ബിഹേവ് ഇൻ സച്ച് എ മാനർ സോ ദാറ്റ് ദേ ക്യാൻ അച്ചീവ് ദർ ഗോൾസ്. ഏത് രീതിയിലാണ് ഒരാൾ ജോലി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരാൾ എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അയാളുടെ മനസ്സിനകത്തുള്ള നീഡ്സും വാൻസുമാണ്. അപ്പോൾ മോട്ടിവേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം? മോട്ടിവേഷൻ വഴി നമുക്ക് ആൾക്കാരുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് അവരെ അല്ലെങ്കിൽ ജോലിക്കാരുടെ പ്രവർത്തനം വഴി കമ്പനിയുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പറ്റും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മോട്ടിവേഷൻ പ്രൊഡ്യൂസസ് ഗോൾ ഓറിയൻറ്റഡ് ബിഹേവിയർ. നെക്സ്റ്റ്, മോട്ടിവേഷൻ ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. മോട്ടിവേഷൻ ഒന്നുകിൽ പോസിറ്റീവ് മോട്ടിവേഷൻ ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് മോട്ടിവേഷൻ ആവാം. ഈ ആദ്യത്തെ ചിത്രം നോക്കിയേ, പോസിറ്റീവ് മോട്ടിവേഷനാണ്. രണ്ടാമത് പാരൻസ് ചെക്കനെ ചീത്ത പറയാണ്, എന്തോ പഠിക്കാത്തതുകൊണ്ടോ മറ്റോ അങ്ങനെ ചീത്ത പറയാണ്, അത് നെഗറ്റീവ് മോട്ടിവേഷനാണ്. The positive motivation provides positive rewards like increase in salary, promotion and award etc. പോസിറ്റീവ് മോട്ടിവേഷൻ അകത്തുള്ളത് പോസിറ്റീവ് റിവാർഡുകളാണ്. ശമ്പളം കൂട്ടുക, പ്രൊമോഷൻ കൊടുക്കുക, അവാർഡ് കൊടുക്കുക, ഇതൊക്കെയാണ് പോസിറ്റീവ് മോട്ടിവേഷൻ. ദ നെഗറ്റീവ് മോട്ടിവേഷൻ പ്രൊവൈഡ്സ് നെഗറ്റീവ് റിവാർഡ്സ് ലൈക്ക് വാർണിംഗ്, പണിഷ്മെൻറ്റ്, ഡിമോഷൻ എക്സെട്ര. കമ്പനിക്കകത്ത് ഇത് വീട്ടിനകത്തുള്ളൊരു നെഗറ്റീവ് മോട്ടിവേഷനാണ്. ഇനി കമ്പനിക്കകത്താണെങ്കിൽ വാർണിംഗ് കൊടുക്കുക, എന്തെങ്കിലും കുരുത്തക്കേട് എംപ്ലോയീസ് എന്തെങ്കിലും തട്ടിപ്പൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ഇനി ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ സസ്പെൻഡ് യു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, വാർണിംഗ് കൊടുക്കുക. പണിഷ്മെൻറ്റ് കൊടുക്കുക, ഒരു 10 ദിവസം സസ്പെൻഡ് ചെയ്യുക, എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ കളിച്ച് കഴിഞ്ഞാൽ 10 ദിവസം സസ്പെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ഡിമോഷൻ കൊടുക്കുക, സ്ഥാനം ചുരുക്കുക. മാനേജർ ഉണ്ടായ ആളെ എന്താക്കുക, ജനറൽ മാനേജർ അല്ലെങ്കിൽ മിഡിൽ ലെവൽ മാനേജറെ പിടിച്ചിട്ട് ലോവർ ലെവൽ മാനേജർ ആക്കുക. താഴേക്ക് സ്ഥാനം ചുരുക്കം കൊടുക്കുക, താഴത്തേക്ക് ഡിമോട്ട് ചെയ്യുക, ഡിമോഷൻ. പ്രൊമോഷൻ്റെ ഓപ്പോസിറ്റാണ് ഡിമോഷൻ. ഇതിനെയൊക്കെ വിളിക്കുന്ന പേരാണ് മോട്ടിവേഷൻ. ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഒന്നുകിൽ പോസിറ്റീവ് മോട്ടിവേഷൻ ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് മോട്ടിവേഷൻ ആവാം. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ കോംപ്ലെക്സ് പ്രോസസ്. ഇറ്റ് ഈസ് എ കോംപ്ലെക്സ് പ്രോസസ്. മോട്ടിവേഷൻ ഈസ് എ കോംപ്ലെക്സ് പ്രോസസ്. As it tries to influence human behavior, it will differ from one person to another person. മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം മോട്ടിവേഷൻ ട്രൈ ടു ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബിഹേവിയർ. മോട്ടിവേഷൻ ശ്രമിക്കുന്നത് മനുഷ്യന്മാരുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആസ് ഇറ്റ് ഡിഫർ ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. ഇത് ഓരോരോ വ്യക്തികളിലും ഓരോ ബിഹേവിയറാണ്.
ഒരിക്കലും എല്ലാ ആൾക്കാർക്കും ഒരേ ബിഹേവിയർ അല്ല. ഹ്യൂമൻ ബിഹേവിയർ ഈസ് അൺപ്രഡിക്റ്റബിൾ ആൻഡ് ഇറ്റ് ഈസ് വെരി കോംപ്ലെക്സ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് മനുഷ്യന്മാരുടെ ആസ് മോട്ടിവേഷൻ ട്രൈ ടു ഇൻഫ്ലുവൻസ് ദ ഹ്യൂമൻ ബിഹേവിയർ ഓഫ് പേഴ്സൺ, ഇറ്റ് ഈസ് എ കോംപ്ലെക്സ് പ്രോസസ്സ്. ഇത് വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് മോട്ടിവേഷൻ. നെക്സ്റ്റ്, അപ്പോൾ ഫീച്ചേഴ്സ് കഴിഞ്ഞു. ഇനി അടുത്തുള്ളത് മോട്ടിവേഷൻ എന്ന പ്രോസസ്സാണ്. അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഓഫ് മോട്ടിവേഷൻ. ഈ മോട്ടിവേഷൻ പ്രോസസ്സിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ആ പിക്ചർ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക, അതിൽ എലമെൻറ്റുകൾ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. മോട്ടിവേഷൻ എന്ന് പറയുന്നതിനകത്ത് 6 എലമെൻറ്റുകളുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് അൺസാറ്റിസ്ഫൈഡ് നീഡ്. ആദ്യത്തത് അൺസാറ്റിസ്ഫൈഡ് നീഡാണ്. സെക്കൻഡ് വൺ ടെൻഷൻ. തേർഡ് വൺ ഡ്രൈവ്. ഫോർത്ത് വൺ സെർച്ച് ബിഹേവിയർ. ഫിഫ്ത്ത് വൺ സാറ്റിസ്ഫൈഡ് നീഡ്. ആൻഡ് ദ ലാസ്റ്റ് വൺ റിഡക്ഷൻ ഓഫ് ടെൻഷൻ. ബൈ ഹാർട്ട് ചെയ്യുക. മോട്ടിവേഷൻ പ്രോസസ്സിനകത്തുള്ള എലമെൻറ്റുകൾ ഏതൊക്കെയാണ്? അൺസാറ്റിസ്ഫൈഡ് നീഡ്, ടെൻഷൻ, ഡ്രൈവ്, സെർച്ച് ബിഹേവിയർ, സാറ്റിസ്ഫൈഡ് നീഡ്, റിഡക്ഷൻ ഓഫ് ടെൻഷൻ. വൺ ബൈ വൺ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം, ചെറിയൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്തേക്ക് പോകും. എങ്ങനെ പോയത്? മലബാർ എക്സ്പ്രസ്സിനാണ് പോയത്. അവിടെ ഇറങ്ങി നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് തിരുവനന്തപുരം, ഒറ്റയ്ക്കാണ് പോയത്. അവിടെ ഇറങ്ങിയ സമയത്ത് നിങ്ങൾക്ക് അതിഭയങ്കരമായ വിശപ്പാണ്. വിശപ്പ് നിങ്ങൾക്ക് സഹിക്കാൻ, രാത്രിക്ക് പോലും ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇറങ്ങിയ ഉടനെ നിങ്ങൾ ശ്രമിക്കുക എന്തിനായിരിക്കും? അപ്പോൾ നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്യുക നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാനായിരിക്കും. അപ്പോൾ രാവിലെ 4 മണിയാവുന്ന സമയത്ത് തന്നെ വിശപ്പ് തുടങ്ങി. അപ്പോൾ നിങ്ങൾ ആകെ ഫുൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ആ ഡിസ്റ്റർബൻസിനുള്ള കാരണം എന്താ? നിങ്ങളുടെ വിശപ്പ് എന്ന് പറയുന്ന ഒരു അൺസാറ്റിസ്ഫൈഡ് നീഡാണ്. ആ അൺസാറ്റിസ്ഫൈഡ് നീഡ് നിങ്ങളുടെ മനസ്സിനകത്ത് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ടെൻഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സിനകത്തൊരു ഉൾവിളി വരും, ഡ്രൈവ് വരും. പിന്നെ എനിക്ക് ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്യാം, അടുത്ത തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള നല്ല ഹോട്ടൽ ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉൾവിളി, ഒരു ഉൾപ്രേരണ നിങ്ങളുടെ മനസ്സിനകത്ത് വരുന്നു. 4ാമത്തെ എലമെൻറ്റ് സെർച്ച് ബിഹേവിയറാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ സെർച്ച് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്തുണ്ടായ ഡ്രൈവിൻ്റെ ബേസിൽ നമ്മുടെ ബിഹേവിയറിന് ചില മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട്, റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മുടെ ബിഹേവിയറൊക്കെ മാറി. നമ്മൾ അവിടെ സെർച്ച് ചെയ്യുന്നത് നല്ല ഫുഡ് എവിടെ കിട്ടും എന്നുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നമുക്ക് അവിടെ കോഫി ഹൗസ് കിട്ടി. അവിടെ പോയിട്ട് നല്ല 2 മസാല ദോശയും നല്ല ഉഴുന്നുവടയൊക്കെ നല്ല ചൂടോടുകൂടി കഴിച്ചു. അപ്പോൾ സാറ്റിസ്ഫൈഡ് നീഡായിട്ട് മാറി. നമ്മുടെ നീഡ് അവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ട് മാറി. ആൻഡ് ഫൈനലി റിഡക്ഷൻ ഓഫ് ടെൻഷൻ. നമ്മുടെ മനസ്സിനകത്തുള്ള ആ വിശപ്പ് എന്ന് പറയുന്ന ഒരു ടെൻഷൻ കുറഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ എന്താണ് മക്കളെ? ജസ്റ്റ് നിങ്ങൾ ആ പോയിന്റ്സ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. മോട്ടിവേഷൻ പ്രോസസ്സിനകത്തുള്ള 6 എലമെൻറ്റുകൾ: അൺസാറ്റിസ്ഫൈഡ് നീഡ്, ടെൻഷൻ, ഡ്രൈവ്, സെർച്ച് ബിഹേവിയർ, സാറ്റിസ്ഫൈഡ് നീഡ്, റിഡക്ഷൻ ഓഫ് ടെൻഷൻ. ക്ലിയർ? നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ. ഇനി നമുക്ക് പഠിക്കേണ്ടത് മോട്ടിവേഷൻ്റെ പ്രാധാന്യമാണ്. ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ. The first one is motivation improves performance of employees. Motivation improves performance of employees. Motivation helps to improve the performance level of employees as well as the organization. Motivation എന്തിനു സഹായിക്കുന്നു? എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ലെവൽ, അതായത് ജോലിക്കാരെ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. മോട്ടിവേഷൻ ഇംപ്രൂവ്സ് പെർഫോമൻസ് ലെവൽ ഓഫ് എംപ്ലോയീസ് ആൻഡ് ഓർഗനൈസേഷൻ. കമ്പനിയുടെ പെർഫോമൻസും എംപ്ലോയീസിൻ്റെ പെർഫോമൻസും ഒക്കെ വർദ്ധിപ്പിക്കാൻ ഏത് സഹായിക്കുന്നു? മോട്ടിവേഷൻ സഹായിക്കുന്നു. നെക്സ്റ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഈ മോട്ടിവേഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റാം. Motivation helps to change the negative attitude of people to positive attitude. മോട്ടിവേഷൻ എന്തിനു സഹായിക്കുന്നു? ആൾക്കാരുടെ
നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് അവരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, എനിക്ക് പറ്റില്ല എന്നുള്ള ഐ കാൺട്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് യു ക്യാൻ അല്ലെങ്കിൽ ഐ ക്യാൻ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ സഹായിക്കും. മോട്ടിവേഷൻ ഹെൽപ്സ് ടു ചേഞ്ച് ദ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഓഫ് എംപ്ലോയീസ് ടു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. നെക്സ്റ്റ് വൺ, റെഡ്യൂസ് എംപ്ലോയി ടേൺ ഓവർ. എംപ്ലോയി ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് അറിയണമെന്നില്ല. എംപ്ലോയി ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ നിന്നും ജോലിക്കാർ ജോലി മതിയാക്കി പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് എംപ്ലോയി ടേൺ ഓവർ എന്ന്. എംപ്ലോയി ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കമ്പനിയുടെ കാര്യങ്ങളിൽ താല്പര്യമില്ലാത്തതിനാൽ കമ്പനി കൊടുക്കുന്ന ശമ്പളം വളരെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കമ്പനിയുടെ ജോലി ഉപേക്ഷിച്ചിട്ട് മറ്റ് കമ്പനികളിൽ ജോലിക്ക് പോകുന്ന പ്രോസസ്സിനെ, ആ ഒരു സാഹചര്യത്തെ വിളിക്കുന്ന പേരാണ് എംപ്ലോയി ടേൺ ഓവർ എന്ന്. ഒരു കമ്പനി, ഇഫ് എ കമ്പനി മോട്ടിവേറ്റ്സ് ഇറ്റ്സ് എംപ്ലോയീസ് പ്രോപ്പർലി, definitely the employees will remain in the organization for a long time. They will not leave the organization due to some simple reasons. കമ്പനി അതിലെ എംപ്ലോയീസിനെ കൃത്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ജോലിക്കാർ അനാവശ്യമായിട്ട് കമ്പനി മതിയാക്കി പോകില്ല. അവർ കുറേ കാലം കമ്പനിയിൽ തുടർച്ചയായിട്ട് ജോലി ചെയ്യും. മോട്ടിവേഷൻ ഹെൽപ്സ് ടു റെഡ്യൂസ് എംപ്ലോയി ടേൺ ഓവർ ആൻഡ് thereby saves കോസ്റ്റ് ഓഫ് ന്യൂ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്. എന്താണ് മോട്ടിവേഷൻ? എംപ്ലോയീസ് കമ്പനിയിൽ നിന്ന് മതിയാക്കി പോകുന്നത് കുറക്കാനും അതുവഴി അങ്ങനെ മതിയാക്കി പോയി കഴിഞ്ഞാൽ നമ്മൾ പുതിയ ആൾക്കാരെ കണ്ടുപിടിക്കണമെങ്കിൽ റിക്രൂട്ട്മെൻറ്റും സെലക്ഷനൊക്കെ നടത്തണം. നമ്മൾ ഫസ്റ്റ് സ്റ്റാഫിങ്ങിൽ പഠിച്ചതാണ്. അതിന് കുറേ പൈസ ചിലവുണ്ട്. പത്രത്തിൽ പരസ്യം കൊടുക്കണമെങ്കിൽ 5 ലക്ഷം രൂപ, ടെസ്റ്റ് നടത്തണമെങ്കിൽ കുറേ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ്, റിക്രൂട്ട്മെൻറ്റ് കോസ്റ്റ് അതൊക്കെ നമുക്ക് കുറക്കാൻ സഹായിക്കും. എങ്ങനെ? മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട്. റെഡ്യൂസ് എംപ്ലോയി ആബ്സെൻറ്റിസം. എ പ്രോപ്പർ സിസ്റ്റം ഓഫ് മോട്ടിവേഷൻ ബ്രിങ്സ് സാറ്റിസ്ഫാക്ഷൻ ടു എംപ്ലോയീസ്. It creates confidence in subordinates and secure their loyalty to the organization. അതായത് നല്ല കൃത്യമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ്റെ സിസ്റ്റം ജോലിക്കാരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ജോലിക്കാർ കമ്പനിയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവരുടെ വിശ്വാസ്യത പൂർണ്ണമായിട്ടും കമ്പനിക്ക് ലഭിക്കുകയും അതുവഴി എംപ്ലോയി ആബ്സെൻറ്റിസം, എംപ്ലോയീസ് കമ്പനിയുടെ കാര്യങ്ങളിൽ താല്പര്യമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് എംപ്ലോയി ആബ്സെൻറ്റിസം. ഇങ്ങനെ ആർക്കോ വേണ്ടിയിട്ട് വന്ന് ജോലി ചെയ്യുന്ന ഒരു സംഭവം, അതൊക്കെ മാറ്റിയിട്ട് വളരെ കൃത്യമായിട്ട്, വളരെ സിൻസിയറായിട്ട്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, വളരെ ലോയൽറ്റിയോട് കൂടിയിട്ട് കമ്പനിക്ക് വേണ്ടിയിട്ട് ജോലിക്കാർ ജോലി ചെയ്യും. എങ്ങനെയാണെങ്കിൽ ഒരു കമ്പനി അതിൻ്റെ ജോലിക്കാരെ കൃത്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. എ പ്രോപ്പർ സിസ്റ്റം ഓഫ് മോട്ടിവേഷൻ ബ്രിങ്സ് സാറ്റിസ്ഫാക്ഷൻ ടു എംപ്ലോയീസ്. കൃത്യമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ്റെ സിസ്റ്റം ജോലിക്കാർക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു. ഇറ്റ് ക്രിയേറ്റ് കോൺഫിഡൻസ്. ഇതെന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ആത്മവിശ്വാസം ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് സെക്യൂർ ദ ലോയൽറ്റി. അതുവഴി അവരുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു ഓവർകം റെസിസ്റ്റൻസ് ടു ചേഞ്ച്. റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റത്തിനോടുള്ള വിമുഖത. നമ്മൾക്കൊന്നും മാറ്റം ഇഷ്ടമല്ല. ഇപ്പോൾ കോവിഡ് കാലത്ത് സ്കൂൾ റീഓപ്പൺ ചെയ്തു. നിങ്ങളുടെ ക്ലാസ് ടീച്ചർ പറയുന്നു ഇനി നമുക്ക് സൺഡേ സ്പെഷ്യൽ ക്ലാസ് എടുക്കാമെന്ന് പറയും, ഞായറാഴ്ച കൂടി ക്ലാസ് എടുക്കാമെന്ന് പറയും. നിങ്ങൾ ഓൺ ദ സ്പോട്ട് ആക്സെപ്റ്റ് ചെയ്യോ? ഇല്ല. നിങ്ങൾ പറയും നോ ടീച്ചർ നമ്മൾ റെഡിയല്ല എന്ന് പറയും. അപ്പോൾ ടീച്ചർ പറയും മക്കളെ, മാർച്ചിൽ നിങ്ങളുടെ പരീക്ഷയാണ്, ഫെബ്രുവരി മാസം തുടങ്ങി, സമയം വളരെ കുറവാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതൊരു മോട്ടിവേഷൻ്റെ ടെക്നിക്കാണ് ടീച്ചർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയാം എന്നാൽ ഓക്കെ ടീച്ചർ, നമ്മൾ ഞായറാഴ്ച വരാം. അതാണ് ഹെൽപ്സ് ടു ഓവർകം റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന്. അപ്പോൾ സാധാരണ മനുഷ്യന്മാർ മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. മാറ്റം വരുന്ന സമയത്ത് എല്ലാവരും അതിനെ ഒന്ന് ഓപ്പോസ് ചെയ്യും. പുതിയ ചേഞ്ച് വരുന്ന സമയത്ത് നമ്മളതിനെ ഓപ്പോസ് ചെയ്യും. അത് നമ്മുടെ ഹ്യൂമൻ നാച്ചറാണ്. അപ്പോൾ ഇങ്ങനെ കമ്പനിയിലെ ജോലിക്കാർ ചേഞ്ചസ് കൊണ്ടുവരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ മാറ്റങ്ങളോടുള്ള പ്രതിരോധം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ സഹായിക്കും. An effective system of motivation helps to overcome resistance to change. Motivated employees think about positive side of new changes
ആൻഡ് വിൽ കോഓപ്പറേറ്റ് വിത്ത് ദ മാനേജ്മെൻറ്റ്. മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ജോലിക്കാർ എന്ത് ചെയ്യുന്നു? ദേ തിങ്ക് അബൌട്ട് ദ പോസിറ്റീവ് സൈഡ് ഓഫ് ചേഞ്ച്. അവരെപ്പോഴും മാറ്റങ്ങളുടെ, ചേഞ്ചസിൻ്റെ, പുതിയ മാറ്റങ്ങളുടെ പോസിറ്റീവ് സൈഡ് ആലോചിക്കുകയും അതുവഴി മാനേജ്മെൻറ്റുമായിട്ട് സഹകരിക്കുകയും ചെയ്യും. ഇതാണ് ഹെൽപ്സ് ടു ഓവർകം റെസിസ്റ്റൻസ് ടു ചേഞ്ച്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ച 5 പോയിന്റുകളാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിച്ചത്. മോട്ടിവേഷൻ ഇംപ്രൂവ്സ് ദ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ്. ഡെവലപ്മെൻറ്റ് ഓഫ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഈസ് പോസിബിൾ. ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് എംപ്ലോയി ടേൺ ഓവർ. ഇറ്റ് റെഡ്യൂസസ് എംപ്ലോയി ആബ്സെൻറ്റിസം. ഹെൽപ്സ് ടു ഓവർകം റെസിസ്റ്റൻസ് ടു ചേഞ്ച്. അപ്പോൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിച്ചത് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിലെ എലമെൻറ്റ്സ്. മോട്ടിവേഷൻ കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി. ക്ലിയർ?